Good morning. PDF കാണാലോ. ലിറ്റി കേൾക്കുന്നുണ്ടോ? ലിറ്റി തന്നെയാണോ എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ഇൻസ്റ്റയിൽ അയച്ചത്? ആ ലിറ്റി തന്നെയാണോ ചോദിച്ചാണെങ്കിൽ? ഓക്കെ കണ്ടിട്ടില്ലല്ലോ. പേര് വെച്ചിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്തത്. പേജ് നമ്പർ 84. സാരി കൊടുത്ത് കഴിഞ്ഞ ദിവസം നല്ല സുന്ദരിയായിരുന്നല്ലോ. ഇവിടെ പോയതാ. ഓക്കെ, നമ്മള് 6 ബെസ്റ്റ് പ്രാക്ടീസസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. ഹോസ്പിറ്റൽ ബിൽഡിംഗ് മെയിൻ്റനൻസുകൾ ഇംപ്രൂവ് ചെയ്യാനുള്ള പ്രാക്ടീസസ്, മികച്ച രീതികൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞു ഡിജിറ്റൈസ് യുവർ ഹോസ്പിറ്റൽ ബിൽഡിംഗ് അസറ്റ്സ് ആൻഡ് ഇൻവെന്ററി ആൻഡ് ഫ്ലോർ പ്ലാൻസ്. സെക്കൻഡ് വൺ വരുന്നത് എന്താണ്? സ്റ്റാൻഡേർഡൈസ് യുവർ എക്യുപ്മെന്റ് ആൻഡ് ലൊക്കേഷൻ നോമൻക്ലേച്ചർ. സ്റ്റാൻഡേർഡൈസ് യുവർ എക്യുപ്മെന്റ് ആൻഡ് ലൊക്കേഷൻ നോമൻക്ലേച്ചർ. കേട്ടിട്ടുണ്ട് ഈ ഒരു വാക്ക്, നോമൻക്ലേച്ചർ? യെസ്, എന്താണത്? അത് ആദ്യത്തെ വാക്യം നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് ലെറ്റേഴ്സ് നമ്മുടെ പേരിനെ നമ്മൾ എന്താ പറയാറ്? നമ്മുടെ പേരിനെ വാട്ട് ഈസ് യുവർ നെയിം അല്ലെ? നെയിം. യെസ്, അപ്പൊ ഇതെന്തായിരിക്കും സംഭവം? നോമൻക്ലേച്ചർ ആണ് കേട്ടോ. നെയിമിംഗ് ആണ് അല്ലെ, നാമകരണവുമായി ബന്ധപ്പെട്ട ഒരു വേർഡ് ആണ്. അതായത് എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിന് നമ്മൾ ആപ്റ്റ് ആയിട്ടുള്ള നെയിം പ്രൊവൈഡ് ചെയ്യുക, നാമകരണം ചെയ്യുക. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ മികച്ച രീതി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എക്യുപ്മെന്റ് സ്റ്റാൻഡേർഡൈസ് ചെയ്യണമെങ്കിൽ പ്രധാനമായിട്ട് എന്താണ്? അതിന് ലൊക്കേഷൻ കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമുക്ക് അതിന് എന്തുണ്ടായിരിക്കണം? കൃത്യമായിട്ടൊരു നെയിം ഉണ്ടായിരിക്കണം അല്ലെ, അല്ലെങ്കിൽ ലേബൽ ചെയ്തിട്ടുള്ള നെയിംസ് ഉണ്ടായിരിക്കണം. അതാണ് നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്, നാമകരണം എന്നാണ് കേട്ടോ. അപ്പൊ ഓരോ മെറ്റീരിയൽസിനും എക്യുപ്മെന്റ്സും കൃത്യമായിട്ട് നെയിമിംഗ് ചെയ്തിട്ടുണ്ടായിരിക്കണം. Managing asset performance data across multiple hospital facility management gets complicated with inconsistent naming conventions for your water pumps, HVAC units, and more. This makes it harder to locate these assets with your floor plans and view and update asset histories with your CMMS. അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ പറയുന്നത്? നമുക്ക് ഈ എല്ലാ എക്യുപ്മെന്റ്സിന്റെ മെറ്റീരിയൽസിന്റെ ഡാറ്റാസ് കൃത്യമായിട്ട് നമുക്കത് മാനേജ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? എല്ലാ മെറ്റീരിയൽസ്, പ്രത്യേകിച്ച് വാട്ടർ പമ്പ്സുകൾ, HVAC യൂണിറ്റ്സുകൾ, അല്ലെങ്കിൽ മറ്റെന്ത് മെറ്റീരിയൽസ് ആയിക്കോട്ടെ, ഇവയ്ക്കൊക്കെ എന്തായിട്ട് നമ്മൾ കൃത്യമായിട്ട് അതിന്റെ ലൊക്കേഷൻ മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് കൊടുത്തിരിക്കണം? അതിനെ കൃത്യമായി എന്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണം? എല്ലാത്തിനും കൃത്യമായിട്ടുള്ള പേരുകൾ അല്ലെ, നെയിമിംഗ് സംവിധാനം ഉണ്ടായിരിക്കും അല്ലെ. എങ്കിൽ മാത്രമേ നമുക്കതിനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഇൻവെന്ററീസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കൂടി, അല്ലെങ്കിൽ നമ്മുടെ CMMS കൂടി നമ്മൾ ഡാറ്റാസ് നോക്കുന്ന സമയത്ത് അതിന്റെ പേരുകൾ കൃത്യമായിട്ടാണെങ്കിൽ മാത്രമേ നമുക്കത് കൃത്യമായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം CMMSന്റെ ഹിസ്റ്ററീസ് എടുക്കുന്ന സമയത്ത് ഏതൊക്കെ മെറ്റീരിയൽസ് ഏതൊക്കെ ലൊക്കേഷൻസിലാണ് വരുന്നതെന്ന് അറിയില്ല, അതിന് എന്തുണ്ടായിരിക്കണം? കൃത്യമായൊരു നെയിം ഉണ്ടായിരിക്കും അല്ലെ. ഓക്കെ, യെസ്, എങ്കിൽ മാത്രമേ നമുക്ക് ഏത് ലൊക്കേഷൻ ആണെന്ന് കൃത്യമായിട്ട് നമുക്ക് അതിനെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നെയിമിംഗ് സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെ അത് ഈ ഡാറ്റാസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. If you need rooms renumbered after renovations or construction projects, you should implement room naming conventions that can. ഇനി നമ്മുടെ റൂംസുകൾ ഇപ്പോ എക്യുപ്മെന്റ്സിന്റെ മെയിൻ്റനൻസിന്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ ഏതെങ്കിലും റൂംസുകൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ചേഞ്ച് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഒന്നുകൂടി എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി എന്ത് ചെയ്യും?
നമ്മൾ പഴയ ഒരു ഏതെങ്കിലും റൂം ഉപയോഗിച്ചിരുന്നതായിരിക്കാം, പക്ഷെ അത് ഒന്നുകൂടി റിനോവേറ്റ് ചെയ്തതിനു ശേഷം എന്താണ് നമ്മൾ റിനോവേഷൻ ചെയ്തിട്ട് ഒന്നുകൂടി എന്തെങ്കിലും കൺസ്ട്രക്ഷൻ പ്രോജക്ട്സിന് വേണ്ടിയിട്ട് നമ്മൾ അത് മാറ്റാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ എന്താണ് എന്തെങ്കിലും നവീകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആ റൂമുകൾ മാറ്റുകയാണെങ്കിൽ ആ മാറ്റുന്ന റൂംസിന് നമ്മൾ എന്ത് കൊടുത്തിരിക്കണം, കൃത്യമായിട്ട് അതിനും എന്ത് കൊടുക്കണം, പേര് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇപ്പൊ ഏത് റൂമാണോ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് ആ റൂമിന് കൃത്യമായിട്ടൊരു പേര് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നമ്മൾ കണ്ടിട്ടുണ്ട് ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും എല്ലാ മേഖലകളുടെയും മുകളിലായിട്ട് അല്ലെങ്കിൽ നെയിം ബോർഡ് ഉണ്ടായിരിക്കും അല്ലെ, ഏത് സ്പേസ് ആണെന്നുള്ളത് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായ നെയിം ബോർഡ് ഉണ്ടായിരിക്കും. അതെല്ലാം തന്നെ ഇത്തരം നെയിം ബോർഡ്സിലെല്ലാം തന്നെ ഈ CMMS എന്ന സോഫ്റ്റ്വെയറിനകത്ത് സേവ്ഡ് ആയിരിക്കും. ഈ ഡാറ്റാസ് എല്ലാം തന്നെ ഏത് ലൊക്കേഷനിലാണ് ഏത് സൈറ്റിലാണ് വരുന്നതൊക്കെ എല്ലാ കാര്യങ്ങളും ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ദെൻ അപ്പൊ നമ്മളിങ്ങനെ നെയിമിംഗ് കൊടുക്കുന്നതിന്റെ പ്രധാന കാരണങ്ങൾ, അതായത് റൂം നെയിമിംഗ് കൺവെൻഷൻസ് ഇങ്ങനെ റൂം നെയിം കൊടുക്കുന്ന സമയത്ത് എന്താണ്, scale from single floors to entire building and align with accurate measurements with practical and sequential numbering schemes. നമ്മള് ഇങ്ങനെ ഒരു പുതിയ റൂം റിനോവേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, എന്തൊക്കെ വ്യത്യാസങ്ങളാണ് അതിൽ വരുന്നത്, സ്കെയിൽ ഫ്രം സിംഗിൾ ഫ്ലോർസ് ടു ആൻ എൻറ്റയർ ബിൽഡിംഗ്. എന്താണ്, ഒറ്റ നിലകളുള്ള ഒരു മുറിയിൽ നിന്ന് മുഴുവൻ കെട്ടിടത്തിലേക്ക് അതിനെ സ്കെയിൽ ചെയ്യാൻ. ഇപ്പൊ ഒറ്റ ഇതായിട്ടുള്ള ഒരു മുറിയായിരുന്നു, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ എക്സ്പാൻഡ് ചെയ്യും. സ്കെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നീളം വർദ്ധിപ്പിക്കുകയാണ്. അതായത് ഒരു കെട്ടിടമായിരുന്നു അത്, പക്ഷെ അതിനെ എക്സ്പാൻഡ് ചെയ്യുന്ന വെച്ചിട്ടാണ് ഒരു വാള് ഉണ്ടായെന്ന് വിചാരിച്ചാൽ ആ വാള് മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ചിലപ്പോൾ നമുക്ക് വലിയൊരു ഹാളായിട്ട് പിന്നെ അതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമുക്ക് എന്താണ് അതിനെ റിനോവേറ്റ് ചെയ്തിട്ട് മറ്റൊരു റൂമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു തരം കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു മെയിൻ്റെനൻസ് വർക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്ത് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യാൻ പറ്റുന്ന റൂമുമായിട്ടൊക്കെ നമുക്ക് എന്താണ് അങ്ങനെയൊക്കെ അതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതായത് ഒരു റൂമിന് നമ്മൾ അറ്റകുറ്റപ്പണികൾ നടത്തുമ്പോൾ അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ടാണ് അതിനെ മാറ്റുന്നത്. ഓക്കെ, യെസ്. Then align with accurate measurements with practical and sequential numbering schemes. പിന്നെ എന്താണ്, പ്രായോഗികവും ക്രമവുമായിട്ടുള്ള നമ്പറിംഗ് സ്കീമുകൾ ഉപയോഗിച്ചിട്ട് കൃത്യമായ അളവുകൾ വിന്യസിപ്പിക്കുക. നമ്മൾ ഏത് റൂമാണോ റിനോവേറ്റ് ചെയ്യുന്നത് ആ റൂം എന്ത് ചെയ്തിരിക്കണം, കൃത്യമായിട്ടുള്ള നമ്പറിംഗ് സ്കീംസ് ഉള്ളതെങ്കിൽ ഏതൊക്കെ നമ്പറാണ് അവിടെ ഡിനോട്ട് ചെയ്ത് കൊടുക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് ഒരു സീക്വൻഷ്യൽ ലെവലില് എല്ലാ തരത്തിലും എന്താണ് ക്രമമായ നമ്പറുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ആ റൂമുകൾ അറേഞ്ച് ചെയ്യേണ്ടത്. ഏത് റൂമാണോ റിനോവേറ്റ് ചെയ്തിരിക്കുന്നത് അത് കൃത്യമായിട്ട് എന്താണ് ഒരു നമ്പറിംഗ് സ്കീമിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ആക്യുറേറ്റ് മെഷർമെന്റ്സുകൾ കൊടുത്തിട്ടായിരിക്കും അത് അറേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായോ? നമ്മള് പറഞ്ഞ എന്താണ്, യെസ്, പ്രധാനമായിട്ട് ഇത്രേ ഉള്ളൂ. ഏത് റൂംസ് ആണോ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് എന്താണ് അത് ആദ്യം തന്നെ അതിനൊരു നെയിമിംഗ് സംവിധാനങ്ങൾ കൊടുക്കുക. നെയിമിംഗ് കൊടുത്തതിന് ശേഷം അതെല്ലാം തന്നെ CMMS സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ സേവ് ചെയ്തു. ദെൻ ഒരു റൂം നമ്മൾ റിനോവേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് റിനോവേഷൻ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ എന്താണ്, അതൊന്നുകൂടി നമ്മളെ മാറ്റിപ്പണിയാണ് അല്ലെ, അല്ലെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്ത് പണിയാണ്. എക്സ്പാൻഡ് ചെയ്ത് പണിയുന്ന സമയത്ത് തന്നെ എന്താണ് കൃത്യമായിട്ടുള്ള മെഷർമെന്റ്സുകൾ എടുത്തുകൊണ്ട് കൃത്യമായ നമ്പേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ടിട്ടായിരിക്കണം നമ്മൾ ആ ഒരു റൂം തയ്യാറാക്കേണ്ടത്. ഓക്കെ, ഈ നമ്പേഴ്സ് ആഡ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്, അതും നെയിമിംഗിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള മെഷർമെന്റ്സ് കൊടുക്കുക, അല്ലെങ്കിൽ അത് ഏത് ബിൽഡിംഗ് ആണെന്ന് നമ്മൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് അതിന് ഒരു പേര് കൊടുക്കുന്നത് അല്ലെങ്കിൽ നെയിമിംഗ് സംവിധാനങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ എന്താണ് എക്യുപ്മെന്റ്സും അല്ലെങ്കിൽ ഏത് റൂമുകളാണ് എന്നുള്ളതൊക്കെ അതൊക്കെ ഇംപ്രൂവൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, then if you are managing multiple hospital buildings, നിങ്ങൾ ഈ 2 പോയിന്റ് ഒന്നും നോക്കണ്ട കേട്ടോ, ഈ ഒരു പാരഗ്രാഫ് മാത്രം പഠിച്ചാൽ മതി. ഫസ്റ്റ് പാരഗ്രാഫ് മാത്രം ഒന്ന് നോട്ട് ചെയ്തിടാം, ഇതൊന്നും നോക്കണ്ട. ഓക്കെ, if you are managing multiple hospital buildings within a maintenance program, standardizing items such as work order, type, asset categories, naming conventions and vendor information has to main benefits. ഇനി മൾട്ടിപ്പിൾ ഹോസ്പിറ്റൽ ബിൽഡിങ്സ് എന്ന് പറയുന്നത് എന്താണ്, മൾട്ടിപ്പിൾ ഹോസ്പിറ്റൽ ബിൽഡിങ്സ് നമ്മൾ ഒന്നിലധികം ഹോസ്പിറ്റൽ കെട്ടിടങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വരുന്ന നേട്ടങ്ങൾ, അതായത് ഒന്നിലധികം കെട്ടിടങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്,
ഹോസ്പിറ്റലിലെ മറ്റ് ഡിപ്പാർട്ട്മെന്റ്സുകൾ അല്ലെ ഒന്നിലധികം വെച്ചാൽ ഒരു ബ്ലോക്ക് മാത്രമല്ല. ഇപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എ ബ്ലോക്ക്, ബി ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞ് ഡി വരെ. ഇപ്പൊ അമൃത ഹോസ്പിറ്റലിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ പോലും ഇവിടെ ഏതൊക്കെയാണ് നമുക്ക് മനസ്സിലാവില്ല. എ ബ്ലോക്ക് എവിടെയാണ്, ബി ബ്ലോക്ക് എവിടെയാണെന്ന് പെട്ടെന്നൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതേപോലെ ഒരു ബിൽഡിംഗ് അല്ലാതെ ഒട്ടനവധി ബിൽഡിങ്ങുകൾ കൈകാര്യം, ഒന്നിൽ കൂടുതൽ ബിൽഡിങ്സ് നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് കുറച്ച് ബെനഫിറ്റ്സുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തൊക്കെ ബെനഫിറ്റ്സ് ആണ്? എന്തൊക്കെ ബെനഫിറ്റ്സ് ആണ് വരുന്നത്? യു വിൽ എക്സ്പീരിയൻസ് മോർ ആക്യുറേറ്റ് ആൻഡ് എഫിഷ്യന്റ് റിപ്പോർട്ടിംഗ് capabilities ഫോർ യുവർ ഡിപ്പാർട്ട്മെന്റ്. എന്താണ്, നമുക്ക് നമ്മുടെ മറ്റു ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട്, അതായത് എന്താണ്, കൂടുതൽ കൃത്യവും കാര്യക്ഷമവുമായിട്ടുള്ള ഒരു എന്താണ് റിപ്പോർട്ടിംഗ് കഴിവുകൾ നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കും. അതായത് നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റിനെ എല്ലാം കൈകാര്യം ചെയ്തു ഒന്നിൽ കൂടുതൽ ഡിപ്പാർട്ട്മെന്റ്സിനെ കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് കൃത്യമായിട്ട് നമുക്ക് അത് എഫിഷ്യന്റ് ആയിട്ട് അത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ നമുക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. മറ്റൊരു ഡിപ്പാർട്ട്മെന്റിനോട് കൈകാര്യം ചെയ്യുമ്പോൾ എന്താണ്, മറ്റൊരു ബിൽഡിംഗിന്റെ കാര്യങ്ങൾ, മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ രണ്ട് ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനും അത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ you can leverage insight from your benchmarks by analyzing each asset performance, replacement, failure, and other critical maintenance key performance indicators. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും? എന്തൊക്കെ അനലൈസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തിന്റെയൊക്കെ നിലവാരം, ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ നിലവാരം അറിയാൻ സാധിക്കും, അല്ലെങ്കിൽ നിലവാരം അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്തിന്റെയൊക്കെ നിലവാരങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും? അസറ്റ് പെർഫോമൻസ് അല്ലെ, ആസ്തികളുടെ പെർഫോമൻസ് എങ്ങനെയാണ്, പ്രകടനങ്ങൾ എങ്ങനെയാണ്, എന്തൊക്കെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ട്. അതർ ക്രിട്ടിക്കൽ മെയിൻ്റനൻസ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, അതായത് ആ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന നമ്മള് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, KPIs. പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് എന്താണ്? പെർഫോമൻസ്. നമ്മള് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രകടനം വിലയിരുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സൂചകങ്ങള്, നമ്മളിപ്പോ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് അതിനെ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച സൂചകങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. അതേപോലെ തന്നെ ഇവിടെ എന്താണ്, ഓരോ മെയിൻ്റനൻസ് വർക്കുമായി ബന്ധപ്പെട്ട് വരുന്ന പെർഫോമൻസുകൾ അളക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്, ഒരു ഡിപ്പാർട്ട്മെന്റിലെ കാര്യം മാത്രമല്ല പല ഡിപ്പാർട്ട്മെന്റ്സിൽ നടക്കുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ ബിൽഡിങ്സ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് എന്താണ്, നമുക്ക് അവിടുത്തെ പെർഫോമൻസ് വിലയിരുത്താനായിട്ട് സാധിക്കുന്നത്. അതായത് അവിടുത്തെ അസറ്റ് പെർഫോമൻസ് എങ്ങനെയാണ്, റീപ്ലേസ്മെന്റ്സ് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടോ, മൊത്തം കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒന്നിൽ കൂടുതൽ ബിൽഡിങ്സുകൾ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത്. ഓക്കെ, യെസ്, മനസ്സിലായോ പറഞ്ഞത്? ഹലോ, പോയോ? കേൾക്കുന്നുണ്ടോ? മനസ്സിലായില്ലേ പറഞ്ഞത്? യെസ്, നിങ്ങളോട് ഞാൻ പിന്നെയും പറയണം, നിങ്ങൾ ഈ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പഠിക്കണ്ട, ഇവിടെ വരെയുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട. ഈ ഒരു പാരഗ്രാഫ് മാത്രം പഠിച്ചാൽ മതി. നോമൻ കൾച്ചർ, നമ്മൾ പേരിടൽ സംവിധാനം എന്തിനു വേണ്ടിയിട്ടാണ് എന്നത് കൃത്യമായിട്ട് നമ്മൾക്ക് അസറ്റുകൾ ആക്സസ് ചെയ്യുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ്, നമ്മളെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾക്ക് പേര് കൊടുക്കുന്നത്. ഓക്കെ, അതിന്റെ എല്ലാ ഡീറ്റെയിൽസും എന്തിലുണ്ടായിരിക്കും? CMMS സോഫ്റ്റ്വെയറിനകത്തുണ്ടായിരിക്കും. ഈ ഒരു ഒറ്റ പാരഗ്രാഫ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് 6 പ്രാക്ടീസസില് ഫസ്റ്റ് പ്രാക്ടീസസ് പറഞ്ഞു. സെക്കൻഡ് വൺ എന്താണ്? ഹോസ്പിറ്റൽ ബിൽഡിംഗ് മെയിൻ്റനൻസ് ഇംപ്രൂവ് ചെയ്യാനുള്ള രണ്ടാമത്തെ പ്രാക്ടീസസ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. എന്താണ്? അതിന് ഓരോന്നിനും എക്യുപ്മെന്റ്സിന് സ്റ്റാൻഡേർഡ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ്, അതിനെ കൃത്യമായ രീതിയിൽ നാമകരണം ചെയ്യുക. അതാണ് രണ്ടാമത്തെ മികച്ച രീതി എന്ന് പറയുന്നത്, നോമൻക്ലച്ചർ. ഓക്കെ, അടുത്ത രീതി എന്താണ്? ബാർകോഡ് എക്യുപ്മെന്റ് ആൻഡ് അസെറ്റ്സ്. ബാർകോഡ് എക്യുപ്മെന്റ് ആൻഡ് അസെറ്റ്സ്.
ബാർകോഡ് എക്യുപ്മെന്റ്. നമ്മൾ കോഡ്സ് കണ്ടിട്ടുണ്ട് അല്ലെ? നിങ്ങൾക്ക് ഏതൊക്കെ കോഡ് അറിയാം? നമ്മൾ കടയിൽ പോകുമ്പോൾ ഒരു കോഡ് കാണാറുണ്ട്. എന്ത് കോഡാണ്? അല്ലെങ്കിൽ എവിടെ പോയാലും ഇപ്പൊ ഒരു കോഡ് കാണാം. QR കോഡ് അല്ലെ? യെസ്. എന്തിനു വേണ്ടിയാണ് QR കോഡ് ഉപയോഗിക്കുന്നത്? സ്കാൻ ചെയ്യാൻ വേണ്ടി. അതെനിക്കറിയാം, ക്യാഷ് പേയ്മെന്റിന് സ്കാൻ ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ. എന്തിനാ സ്കാൻ ചെയ്ത് നമ്മള് പൈസ പേയ്മെന്റ് ചെയ്യുന്നത്? എന്തിനാ? ഇതൊക്കെ എന്തിന്റെ സംവിധാനങ്ങളാണ്? എന്താണ്? കോമൺ ബാർകോഡ് ടൈപ്സുകളാണ് എന്തൊക്കെ? QR കോഡ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് നോക്കിയിട്ട് പറഞ്ഞുതരാം ഏതൊക്കെ കോഡ്സുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. Of a large hospital system lack a complete or accurate inventory assets. When it's time for complaints surrounding an incorrectly labeled asset or incorrect inventory can mean hundreds of thousands of dollars. എന്തെങ്കിലും മനസ്സിലായോ ഇപ്പൊ പറഞ്ഞത്? മനസ്സിലായോ? ഇല്ല. എന്താണ് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. എന്താണ് ബാർകോഡ് എന്ന് നമുക്ക് ആദ്യം അറിയണം അല്ലെ? എന്നാലേ ബാക്കി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ. യെസ്. ബാർകോഡ് എന്താണെന്ന് നോട്ട് ചെയ്യാം. Barcode equipment refers to devices and barcode equipment refers to devices and system used to create, read, and manage barcode. പേജ് നമ്പർ എത്രയാണെന്ന് പറഞ്ഞു കൊടുക്കോളൂ. ടീച്ചറിന് ഇതിൽ കാണാൻ പറ്റില്ല. 84 ആട്ടെ എന്ന് തോന്നുന്നുണ്ടോ? 84 85 ആട്ടെ. 84. ഓക്കെ. അപ്പൊ ബാർകോഡ് എന്താണ്? ബാർകോഡ് equipment refers to devices and system used to create, read and manage barcode. Barcodes are optical labels. Barcodes are optical labels that contain CONTAIN that contain information about an item. Such as its identity, price, or tracking data. ഒന്നുകൂടി പറയട്ടെ. ഒന്നുകൂടി പറയാനാട്ടോ, ശ്രദ്ധിക്കുക. Barcode equipments refers to devices and system used to create, read and manage barcode. Barcodes are optical labels. ഇത് പ്രിന്റിൽ ഇല്ല, ടീച്ചർ എക്സ്ട്രാ പറഞ്ഞു തന്നെയാണ്. നിങ്ങൾക്ക് അറിയാമോ ബാർകോഡ് എന്താണെന്ന്? ഇല്ലല്ലോ. അപ്പൊ പിന്നെ ടീച്ചറിനെ വെറുതെ എടുക്കുകയാണെങ്കിൽ ടീച്ചറിന് അങ്ങനെ വെറുതെ പറഞ്ഞു പോയാൽ പോരെ? നിങ്ങൾക്കൊന്നും മനസ്സിലാവാമില്ല, ഇതിലുള്ള സെന്റൻസ് വായിച്ചങ്ങ് പോയാൽ പോരെ? എക്സ്ട്രാ പറഞ്ഞു തന്നത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ ആ ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താണ് ബാർകോഡ് എന്ന് മനസ്സിലായോ? മനസ്സിലായോ അഞ്ജലി?
അല്ല, നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അത് എന്താന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ട് പറഞ്ഞു തന്നെയാണ് കേട്ടോ, എത്ര എളുപ്പമായിട്ട് പഠിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞു തന്നതാണ്. Okay. Barcodes are optical labels that contain information about എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് ബാർകോഡിനകത്ത് വരുന്നത്? Items such as എക്സാമിന് ടീച്ചർ ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. നിങ്ങൾ മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിങ്ങളുടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിൽ ഇട്ടിട്ടില്ല അല്ലെ. ബാക്കിയുള്ള സ്റ്റുഡൻസിനോട് ചോദിച്ചു നോക്കൂ, എന്താണ് ഇതിൽ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ടീച്ചർ കയറുമ്പോൾ നേരിട്ട് പറയണം. നമ്മൾ പഠിപ്പിക്കേണ്ട അത്രയും കോംപ്ലിക്കേഷൻസ് ക്വസ്റ്റ്യൻസ് വരുമ്പോ വരുന്നില്ല കേട്ടോ. പിന്നെ ടെൻഷൻ അടിപ്പിക്കില്ല പിള്ളേരെ, എനിക്ക് പേടിയാണ് നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോ. യെസ്, ഓക്കെ അഞ്ജലി ടീച്ചർ പറഞ്ഞോളൂ കേട്ടോ. അഞ്ജലിനെ ഉണ്ടാക്കി പറഞ്ഞല്ല, പറഞ്ഞു തന്നാണ്. ബാക്കിയുള്ളവരോട് കേൾക്കുന്നില്ല അതൊക്കെ പറഞ്ഞു കേട്ടോ. അറിയാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലായി കേട്ടോ. നമ്മളിങ്ങനെ എക്സ്ട്രാ നോട്ട്സ് പറഞ്ഞു കൊടുക്കാറുണ്ട്. അവർക്ക് മനസ്സിലാവാത്ത ഭാഗങ്ങൾ വരുന്ന സമയത്ത് കുറച്ചുകൂടി എളുപ്പമാവുന്ന രീതിയിൽ സെന്റൻസ് വൈസസ് ടീച്ചർ നോട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് ഇവര് കുറെയൊക്കെ പഠിച്ചു പോണത് അല്ലേ. നിങ്ങളൊന്ന് പറയൂല്ലേ? ആ അതെ, ശരി. ഓക്കെ, അപ്പൊ എന്താണ് ബാർകോഡ് പിള്ളേരെ? എന്തിനാണ് ബാർകോഡ് എക്യുപ്മെന്റ് അസറ്റ്സ് അല്ലെങ്കിൽ ബാർകോഡ് നമ്മൾ കൊടുക്കുന്നത്? ഓക്കെ അഞ്ജലി, ഇറ്റ്സ് ഓക്കെ. ഓക്കെ, യെസ്, പ്രൈസ് ആൻഡ് ട്രാക്ക് ഡാറ്റാസ്. അതായത് ബാർകോഡ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ലേബൽസ് ആണ്. നമ്മൾ ആ കോഡ് കണ്ടിട്ടില്ലേ, കോഡ്സ് എന്ത് കളേഴ്സിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള കോഡ്സ് ആണ് നമ്മൾ കാണുന്നത്. സ്ക്വയർ ഷേപ്സിലാണ് അത് വരുന്നത് അല്ലെ. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നമുക്ക് പല ഡാറ്റാസ് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒപ്റ്റിക്കൽ ലേബൽ ആണ്. അതൊരു ഒപ്റ്റിക്കൽ ലേബൽ ദാറ്റ് കണ്ടെയ്ൻ ഇൻഫോർമേഷൻ അബൌട്ട് ആൻ ഐറ്റം. ഒരു ഐറ്റത്തെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ. പ്രത്യേകിച്ച് എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും അതിൽ? അതിന്റെ ഐഡന്റിറ്റി ഉണ്ടായിരിക്കും, പ്രൈസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് ട്രാക്ക് ചെയ്യുന്ന ഡാറ്റാസ് വരെ എന്തിലുണ്ടായിരിക്കാം? ആ ബാർകോഡിനകത്ത് ഉണ്ടായിരിക്കും. അതായത് പ്രത്യേകിച്ച് നമ്മൾ ഈ ബാർകോഡ്സുകൾ ഏതൊക്കെ മേഖലയിലാണ് അല്ലെങ്കിൽ ഈ കോഡുകൾ ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക്? മിക്ക മേഖലകളിലുണ്ട്. എങ്കിലും തന്നെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്? നമ്മുടെ ഇൻഡസ്ട്രീസ്, വ്യവസായശാലകള്, അതേപോലെ തന്നെ എന്താണ് ഹെൽത്ത് കെയർ സെറ്റിംഗ്സ്, അതേപോലെ തന്നെ ലോജിസ്റ്റിക് ആൻഡ് മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെന്റ്സ്. ഇവിടെയൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് ഉപയോഗിക്കുന്നത്? ബാർകോഡുകൾ ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ എക്യുപ്മെന്റ്സിന്റെ അല്ലെങ്കിൽ മെറ്റീരിയൽസിന്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തില് ബാർകോഡ്സുകൾ യൂസ് ചെയ്യുന്നത്. വളരെ സെക്യൂർഡ് ആണ് അല്ലെ. ഇത് ഉപയോഗിക്കാതെ നമുക്ക് ചിലപ്പോ ഈ പേയ്മെന്റ് പോലുള്ള അസാധ്യമാണ്, അല്ലെങ്കിൽ ഇതിനെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ വളരെ ഒരു മെറ്റീരിയൽ വളരെ നമുക്ക് എന്താണ് വളരെ എഫിഷ്യന്റ് ആയിട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും, അല്ലെങ്കിൽ സെക്യൂർഡ് ആയിട്ട് വെക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ബാർകോഡ്സുകൾ ഉണ്ട്. കോമൺ ആയിട്ട് നമ്മൾ പ്രധാനമായിട്ടും കോമൺ ബാർകോഡ്സുമായിട്ട് 3 എണ്ണമാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. 3 എണ്ണം. ഓക്കെ, അതില് ഫസ്റ്റ് കോഡാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ, നോട്ട് ചെയ്തിരിക്കാം. ഫസ്റ്റ് കോഡ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാൻ, ഇറവുകൾ അല്ലെങ്കിൽ തെറ്റുകുറ്റങ്ങൾ അല്ലെങ്കിൽ ഇറേഴ്സ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു പ്രൊഡക്റ്റിന് ഒരു കോഡേ ഉണ്ടാവുള്ളൂ അല്ലെ. ഒരു പ്രൊഡക്റ്റിന് ഒരു കോഡേ ഉണ്ടാവുള്ളൂ. ആ കോഡ് അപ്പൊ എന്താണ്, നമുക്ക് അവിടെ വേറെ തരത്തിലുള്ള വേറെ ചീറ്റിംഗ് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇറേഴ്സ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്യുപ്മെന്റ്സിൽ ബാർകോഡ്സുകൾ കൊടുക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് കോമൺ ബാർകോഡ് ടൈപ്സ് ഹെഡിങ് കൊടുത്തിട്ട് ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. കോമൺ ബാർകോഡ് ടൈപ്പില് ഫസ്റ്റ് വരുന്നത് എന്താണ്? UPC, യൂണിവേഴ്സൽ പ്രൊഡക്റ്റ് കോഡ്. UPC, യൂണിവേഴ്സൽ പ്രൊഡക്റ്റ് കോഡ്. UPC, യൂണിവേഴ്സൽ പ്രൊഡക്റ്റ് കോഡ്. ഇത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? UPC എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഐഡന്റിഫിക്കേഷൻ. ഒരു പ്രൊഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനമായിട്ടുള്ള ഒരു കോഡാണ് എന്ത്? UPC അഥവാ യൂണിവേഴ്സൽ പ്രൊഡക്റ്റ് കോഡ് കേട്ടോ. UPC, യൂണിവേഴ്സൽ പ്രൊഡക്റ്റ് കോഡ്. Okay, then
Second code, QR code. QR code. QR code. എന്താണ്? Quick response code. അല്ലെ? QUICK. Quick response code. QR code. എന്താണ്? A 2D റെസ്പോൺസ് കോഡ് എന്ന് പറഞ്ഞാൽ 2D ബാർകോഡ് ആണ്. 2D ബാർകോഡ്. എ എന്നിടാം 2D. നമ്മൾ 3D എന്നുള്ളത് അതേപോലെ 2D എഴുതാം. ഓക്കെ, 2D. A 2D barcode that can store more data. A 2D barcode that can store more data. അതായത് QR കോഡിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡാറ്റാസ് സെക്യൂർഡ് ആക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഈ ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ പറഞ്ഞു QR കോഡിൽ എന്തൊക്കെ വരുന്നുണ്ടെന്ന്, പ്രത്യേകിച്ച് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് വരും, അതിന്റെ ഐഡന്റിഫിക്കേഷൻസ് വരും, അതെന്താണ്, ഏത് തരം ട്രാക്കിംഗ് ഡാറ്റ ആണ്, എല്ലാ കാര്യങ്ങളും എന്തിൽ വരും, QR കോഡ്സിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, ദെൻ ലാസ്റ്റ് ഒരു കോഡ് കൂടി ഉണ്ട്, പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു കോഡാണ് എന്ത്, കോഡ് 128. കോഡ് 128. കോഡ് 128 എന്ന് പറയും നമ്മൾ. കോഡ് 128. QR കോഡിനേക്കാളും ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു കോഡാണ് എന്ത്, കോഡ് 128 എന്ന് പറയുന്നത്. എ versatile barcode. ഏതാ? എ versatile barcode. versatile ഏറ്റവും വൈവിധ്യമാർന്നിട്ടുള്ള ഒരു ബാർകോഡ് ആണത്. versatile barcode type that can encode a wide range of data. A versatile barcode type that can encode a wide range of data. എന്താണ്, നമ്മൾ ഇപ്പൊ പറഞ്ഞ കോഡ്സിനേക്കാൾ കൂടുതൽ ഡാറ്റാസ് ആണ് ഏത് കൈകാര്യം ചെയ്യുന്നത്, കോഡ് 128 കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ്സുമായോ അല്ലെങ്കിൽ മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് വരുന്ന വൈഡ് റേഞ്ച് ഓഫ് ഇൻഫർമേഷൻസ് ആണ്, അല്ലെങ്കിൽ അതിന്റെ അളവ്, മെഷർമെന്റ്സ് എല്ലാം തന്നെ എന്താണ്, കൃത്യമായിട്ട് ഇതിനകത്ത് പ്രൈസും ഐഡന്റിഫിക്കേഷൻ മാത്രമല്ല, ബാക്കി വരുന്ന മെറ്റീരിയൽസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും എന്തിൽ അറിയാൻ പറ്റും, ഈ കോഡ് 128 അറിയാൻ സാധിക്കും. ഓക്കെ, പ്രധാനമായും ഇൻഡസ്ട്രീസിലൊക്കെ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കും ഇത്തരം കോഡുകൾ കേട്ടോ. ഓക്കെ, യെസ്. ഇപ്പൊ ബാർകോഡ് എന്ന് പറയുന്നത് എന്താണ് പിള്ളേരെ? ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എക്യുപ്മെന്റ്സിന് ബാർകോഡ് കൊടുക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞത് ഒരു സെക്യൂർഡ് ഫോം ആണ് അല്ലെ. ഒറ്റ നമ്പർ മാത്രം ഒരു ബാർകോഡ് ഒരു പ്രൊജക്ട് ഇതിന് ഒരു മെറ്റീരിയൽസിന് ഉണ്ടായിരിക്കില്ല, ഒരു എക്യുപ്മെന്റിന് ഉണ്ടായിരിക്കില്ല. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഡാറ്റ ട്രാക്ക് ചെയ്യാനും അതിന്റെ പ്രൈസ് അതിനെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈ ബാർകോഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പൊ പ്രത്യേകമായിട്ടുള്ള കംപ്ലൈന്റ്സുകൾ ഒന്നും തന്നെ അതിൽ വരില്ല. അതായത് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഡാറ്റയും അവിടെ വരുന്നില്ല, കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റാസ് മാത്രമായിരിക്കും ഉള്ളത്. കറക്റ്റ് ലേബൽ ചെയ്ത സാധനങ്ങളാണെങ്കിൽ എന്താണ്, കറക്റ്റ് ഡാറ്റാസ് അതിൽ നിന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്. മനസ്സിലായോ ബാർകോഡ് എന്താണെന്ന്? ഒപ്റ്റിക്കൽ ലേബിൾസ് ആണ്, ഒരുപാട് ഇൻഫർമേഷൻസ് അത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, പ്രൈസ്, ഐഡന്റിറ്റി ആൻഡ് ട്രാക്കിംഗ് ഡാറ്റാസ്. If your assets are tagged with a unique identification code, this increases the likelihood of not locating an asset in person or virtual floor plans. In turn, equipment is not sentences. Turn your equipment is not routinely checked on and your environment are at risk. നമ്മൾ അസറ്റ്സ് ടാഗഡ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ ടാഗ് ചെയ്യുന്നത്?
അതായത് നമ്മുടെ എല്ലാ ബാർകോഡ്സുകളും നമ്മളെ ടാഗ് ചെയ്തിട്ടുണ്ടായിരിക്കും. ടാഗ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്? അറ്റാച്ച്ഡ് ആണ് അല്ലെ, സിസ്റ്റംസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അത് കോഡ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ കൃത്യമായ ടാഗിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏത് എക്യുപ്മെന്റ്സ് ആണ് നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് എല്ലാ ബാർകോഡ്സുകളും ടാഗ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ എന്താണ് നമുക്ക് അസറ്റ്സുകൾ കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അസറ്റ്സുകൾ കണ്ടെത്തുവാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. ഇനി അതേപോലെ തന്നെ എന്താണ്, നമുക്ക് നിരന്തരമായിട്ട് ഒരു എക്യുപ്മെന്റ്സും റുട്ടീനായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനും സാധിക്കില്ല. അതായത് ഈ ഒരു കോഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ടാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് എക്യുപ്മെന്റ്സ് ആണ്, എപ്പോഴാണ് അതിന്റെ ഫങ്ഷൻസ്, അല്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷെ ഇത് ടാഗ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്, നമുക്കത് ഏത് ട്രാക്കിലാണ് അല്ലെങ്കിൽ ഏതിലാണെന്നുള്ളത് നമുക്ക് അസസ് ചെയ്യാനായിട്ട്, ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, കണ്ടുപിടിക്കാനായിട്ട്, ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ എല്ലാ ബാർകോഡ്സുകൾ എന്താണ്, ടാഗ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, എല്ലാ ബാർകോഡ്സുകളും ടാഗ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെ റുട്ടീനായിട്ട് കൃത്യമായിട്ട് റെഗുലറി ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് നമ്മൾ സോഫ്റ്റ്വെയറിലൂടെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. സോഫ്റ്റ്വെയറിലൂടെ നമുക്ക് ചെയ്യണമെങ്കിൽ എന്താണ്, ബാർകോഡ്സുമായിട്ട് ടാഗ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ പലതരത്തിലുള്ള റിസ്കുകൾ, അതായത് ഇൻസ്പെക്ട് ചെയ്തില്ലെങ്കിൽ എന്താണ്, പലതരത്തിലുള്ള എൻവയോൺമെന്റൽ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, റിസ്കുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഒരു മെറ്റീരിയൽ ഇൻസ്പെക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും തരത്തിലുള്ള അപകട സാധ്യത ഉണ്ടെങ്കിൽ നമുക്കത് ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ ടാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് എവിടെയാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് അതിന്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എല്ലാ ബാർകോഡ്സുകളും ടാഗ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, മനസ്സിലായോ? The hospital maintenance program can place asset identification tabs on all equipment to help your team identify, track and control your assets in any environment. അപ്പൊ നമ്മൾ ഇത്തരം ബാർകോഡ്സുകൾ അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ കോഡ്സുകൾ കൊടുക്കുന്നത് വഴി നമുക്ക് പെട്ടെന്ന് എന്ത് തിരിച്ചറിയാൻ സാധിക്കും, അല്ലെങ്കിൽ ഇത് എക്യുപ്മെന്റ് മെയിൻ്റനൻസ് വർക്ക് ചെയ്യുന്ന ടീമിന് പെട്ടെന്ന് തന്നെ അത് ഐഡന്റിഫൈ ചെയ്യാൻ, തിരിച്ചറിയുവാനും അതേപോലെ തന്നെ എന്താണ്, ഓരോ അസറ്റ്സിന്റെ ട്രാക്കുകൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അത് ഏത് പരിസ്ഥിതിയിലും എന്താണ്, അസറ്റ്സുകൾ തിരിച്ചറിയാം, ഏത് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ നമുക്ക് അസറ്റ് തിരിച്ചറിയാനും ട്രാക്ക് ചെയ്യാനൊക്കെ ഇത്തരം ബാർകോഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധിക്കും. ഓക്കെ, yes. Then FSI offers various labeling options to customize with logos, asset information, facility information and barcodes. FSI offers. എന്താണ് FSI എന്ന് കേട്ടിട്ടുണ്ടോ? FSI നിങ്ങൾ ഈ ചാപ്റ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരുപാട് നമ്മൾ ഷോർട്ട് ഫോംസ് ഇതിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ, കുറെ പഠിച്ചിട്ടുണ്ട്. MRO PRO എന്നൊക്കെ പറഞ്ഞ കുറെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ എന്താണ് FSI എന്താണ്? ഫിക്സ്ഡ് ഷെഡ്യൂൾ ഇൻസ്പെക്ഷൻ. ഫിക്സ്ഡ് ഫുഡ് ആൻഡ് സേഫ്റ്റി അല്ലടോ, ഫുഡ് ആൻഡ് സേഫ്റ്റി ആണ്. ഇവിടെ എന്താ വരുന്നത്? ഫിക്സ്ഡ് ഷെഡ്യൂൾ ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ ഫിക്സ്ഡ് സർവീസ് ഇൻസ്പെക്ഷൻ അങ്ങനെയും വരാറുണ്ട്. നിങ്ങൾ ഇത് എഴുതിയാൽ മതി, ഫിക്സ്ഡ് ഷെഡ്യൂൾഡ് ഇൻസ്പെക്ഷൻ. ഫിക്സ്ഡ് ഷെഡ്യൂൾഡ് ഇൻസ്പെക്ഷൻ. അപ്പൊ ഈ ഫിക്സഡ് ഷെഡ്യൂൾ ഇൻസ്പെക്ഷൻ പ്രകാരം നമ്മൾ എല്ലാ പ്രൊഡക്ട്സിനും പ്രത്യേകിച്ച് എന്താണ്, എല്ലാത്തിലും എന്താണ് ലേബലിംഗ് ചെയ്തിട്ടുണ്ട്. ലേബലിംഗ് ഓപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച്, അല്ലെങ്കിൽ കസ്റ്റം ലോഗോസ് എന്ന് പറയുന്നത് എന്താണ്? ലോഗോ എന്താണ്? ലോഗോ എന്താണ് പിള്ളേരെ? ലോഗോ കണ്ടിട്ടില്ലേ നിങ്ങള്? സ്മാർട്ട് സ്ട്രീറ്റ് ലോഗോ കണ്ടിട്ടുണ്ടോ? സ്മാർട്ട് സ്ട്രീറ്റ് ലോഗോ സിമ്പിൾ ആണ് അല്ലെ. നമ്മളുടെ ലോഗോ ഏതാണെന്ന് അറിയോ? ലോഗോ കണ്ടിട്ടില്ലല്ലേ? പെൻ ആൻഡ് ബുക്ക് ആണ്. യെസ്, ഓക്കെ. അപ്പൊ ഓരോ മെറ്റീരിയൽസ് അനുസരിച്ച്, അല്ലെങ്കിൽ ഓരോ നമ്മുടെ സോഫ്റ്റ്വെയറിൽ എന്താണ് പലതരത്തിലുള്ള, അതായത് ഏതുമായി ബന്ധപ്പെട്ടിട്ടാണോ അതിന് പ്രത്യേകമായ ഒരു ലോഗോസ് ഉണ്ടായിരിക്കും, അതിന് പ്രത്യേകമായ ലേബലിംഗ് തന്നെയാണ് അല്ലെ. അപ്പൊ അസറ്റ് ഇൻഫോർമേഷൻസ് ഉണ്ടായിരിക്കും, ഫെസിലിറ്റി ഇൻഫോർമേഷൻ ആണ്, ബാർകോഡ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, നമ്മള് പ്രത്യേകമായിട്ട് എല്ലാ ഉപകരണങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, എല്ലാ ഉപകരണങ്ങൾക്കും അതായത് അസറ്റ് ഐഡന്റിഫിക്കേഷൻ, ഏത് അസറ്റ് ആണെന്ന് ഐഡന്റിഫിക്കേഷൻ ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള ലേബൽസ് അല്ലെങ്കിൽ
അതൊക്കെ കൃത്യമായിട്ട് തയ്യാറാക്കിയാൽ മാത്രമേ നമ്മൾ, അതായത് ബാർകോഡ്സ് കൂടാതെ തന്നെ, ഇത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഒരു മെറ്റീരിയൽസിന് എന്തുണ്ടായിരിക്കണം, ലേബലിംഗ് ഉണ്ടായിരിക്കണം, പ്രത്യേകമായ ഒരു ലോഗോ ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് അല്ലെങ്കിൽ ആ ഒരു എക്യുപ്മെന്റ്സിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് കൊടുത്തിട്ട്, ചിലതിൽ ലോഗോ മാത്രം ഉണ്ടാവും, ചിലതിൽ ചിലപ്പോൾ ഒരു ലേബൽ ആയിരിക്കും, ചിലതിൽ എന്താ നമ്മൾ റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് കാണാറുണ്ട് അല്ലെ, ചില മെറ്റീരിയൽസിൽ റിട്ടേൺസ് ആയിട്ട് കുറെ പോയിന്റ്സുകൾ എഴുതിയിട്ടുണ്ടായിരിക്കും, ചിലതിൽ എന്തായിരിക്കും ഫെസിലിറ്റി ഇൻഫോർമേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ബാർകോഡ്സ്. ഓക്കെ, ഒന്നുകിൽ കോഡ് ആയിരിക്കും, അല്ലെങ്കിൽ ലോഗോ ഉണ്ടാകും, അല്ലെങ്കിൽ എന്താണ് അസറ്റുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ്. അങ്ങനെയായിരിക്കും എന്ത് മിക്കവാറും നമ്മൾ കാണാറുള്ളത്. അപ്പൊ എന്തിന്റെ പ്രകാരമാണ് ഫിക്സഡ് ഷെഡ്യൂൾ ഇൻസ്പെക്ഷന്റെ പ്രകാരം നമ്മൾ ചെക്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, അതിന്റെ ലോഗോ ചെക്ക് ചെയ്യും, അസറ്റ് ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണ്, ബാർകോഡ് ചെക്ക് ചെയ്യും, ഫെസിലിറ്റി ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഒരു ഇൻസ്പെക്ഷൻ നടക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഫിക്സഡ് ഷെഡ്യൂൾ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫിക്സഡ് പീരീഡിലായിരിക്കുള്ളൂ ഈ മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട ഇൻസ്പെക്ഷൻസ് അല്ലെങ്കിൽ പരിശോധന നടക്കുന്നത്. ആ പരിശോധനയുടെ ഭാഗമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്, ബാർകോഡ്സ്, അസറ്റ് ഇൻഫോർമേഷൻ, ലോഗോസ് ആൻഡ് ഫെസിലിറ്റി ഇൻഫോർമേഷൻ, ഇത്തരം കാര്യങ്ങൾ അവിടെ എന്താണ് ചെക്ക് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അതായത് അസറ്റിന്റെ ID, ഏത് അസറ്റ് ആണോ അതിന്റെ ID, അതുപോലെ അസറ്റ് ഏത് ടൈപ്പ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഒരു ഇൻസ്പെക്ഷൻ നടത്തുന്നതിലൂടെ നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ, ഇവിടുത്തെ അത്ര ഒന്ന് വായിച്ചു നോക്കൂ. വളരെ നെറ്റ് ഇഷ്യൂസ് വന്നതാണ് കേട്ടോ, പോയി പോയതാണ്. കാണാലോ.
ചാപ്റ്റർ അറിയാലോ. എടുത്ത് അത്ര ഒന്ന് വായിക്കട്ടോ. ചാപ്റ്റർ എടുക്കട്ടെ. We can also use comprehensive on-site data collection service to record, verify and update your asset and equipment inventories. Finally, the data collected will be uploaded and standardized within your CMMS database. All to ensure that your hospital building maintenance program is reliable, useful and usable. ഇനി നമ്മളെ കൃത്യമായിട്ടൊരു ഡാറ്റാസ് റെക്കോർഡ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഡാറ്റാസിലാണ് ഇവിടെ ഏറ്റവും പ്രധാനം കൊടുക്കുന്നത് അല്ലെ, ഇൻവെന്ററീസിനാണ് ഇവിടെ ശരിക്കും പ്രധാനം വരുന്നത്. അതായത് നമ്മുടെ എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട എല്ലാ ഡാറ്റാസും നമ്മൾ എന്താണ് കൃത്യമായിട്ട് ഇൻവെന്ററീസിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഇൻവെന്ററീസ് അനുസരിച്ചിട്ടാണ് നമ്മുടെ കൃത്യമായിട്ട് സപ്ലൈസസ് ലഭ്യമാക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് ഡാറ്റാസിനെ കുറിച്ചിട്ടും അത് ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇൻവെന്ററീസിൽ കൊടുക്കുന്ന സമയത്ത് എന്താണ് അത് കൃത്യമായിട്ട് നമ്മൾ CMMS ഡാറ്റാബേസിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അതായത് CMMSലേക്കാണ് എല്ലാ ഇൻവെന്ററീസും അല്ലെങ്കിൽ ഇൻവെന്ററീസ് ഡാറ്റയുമായി ബന്ധപ്പെട്ട വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ CMMS ഡാറ്റാബേസിലേക്കാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അതിനകത്തേക്കാണ് നമ്മളത് ആഡ് ചെയ്യുന്നത്. Then all to ensure that your hospital building maintenance program is reliable, useful and useful and usable. അപ്പോൾ നമ്മൾ ഈ ഡാറ്റാസ് ബേസിസ് കൃത്യമായിട്ട് ഈ ഡാറ്റ കൊടുക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് നമ്മുടെ ഹോസ്പിറ്റൽ മെയിൻ്റനൻസ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട എല്ലാ ഡാറ്റാസിന്റെ വിശ്വസ്തത ഉറപ്പുവരുത്താനും അത് കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയറിലേക്ക് ഇതെല്ലാം ആഡ് ചെയ്യുന്നത് വഴി ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത് വഴി എന്താണ് നമുക്കത് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, യെസ്. അതായത് ആശുപത്രി മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഡാറ്റാസും നമ്മളെ CMMS എന്നൊരു സൈറ്റിലേക്ക് അല്ലെങ്കിൽ CMMS എന്ന സോഫ്റ്റ്വെയറിലേക്ക് ആഡ് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്യുന്നത് വഴി എന്താണ് എല്ലാ മെയിൻ്റനൻസ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ആ ഒരു വിശ്വസനീയത അല്ലെങ്കിൽ അതിന്റെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കൃത്യമായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ ഡാറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോഡ് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ബാർകോഡ്സിൽ വരുന്നത്. അപ്പൊ ബാർകോഡ്സ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ബാർകോഡ് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഒരു പ്രൊഡക്റ്റ് ഏതാണ്, ഏത് തരം പ്രൈസിംഗ് ആണ്, അതിൽ എങ്ങനെയാണ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത്, അപ്പൊ അതിന്റെ ഐഡന്റിഫിക്കേഷൻ ID എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അവിടെ യാതൊരു വിധത്തിലുള്ള ചീറ്റിങ്ങോ മറ്റൊന്നും തന്നെ അവിടെ നടത്താനായിട്ട് സാധിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് നടത്താൻ സാധിക്കാത്തത്? കാരണം ഓരോ മെറ്റീരിയൽസിനും ഓരോ കോഡ്സ് ആണ്. ഓക്കെ, ഓരോ ബാർകോഡ്സ് ആണ് ഓരോ മെറ്റീരിയൽസിന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവിടെ തന്നെ എന്താണ് മറ്റു ക്രമക്കേടുകളൊന്നും തന്നെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. ഓക്കെ, മനസ്സിലായോ ബാർകോഡ് എന്താണെന്ന്? ഞാൻ തന്ന നോട്ട് നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. ബാർകോഡ് എന്താന്ന് ടീച്ചർ നോട്ട് തന്നിട്ടുണ്ട്. 3 ബാർകോഡ് ഏതൊക്കെയാന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് മാത്രം പഠിക്കും. ഓക്കെ, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇടുള്ളൂ കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ചിലപ്പോ 6 മെട്രിക്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആയി ഇതൊരു ആൻസർ ആയിരിക്കുള്ളൂ. ബാർകോഡ് എക്യുപ്മെന്റ് അസറ്റ്സ് നമുക്ക് ചിലപ്പോൾ ഓൾ ഓഫ് ദ അങ്ങനെ രീതിയിലും വരാം കേട്ടോ. ഇനി എസ്റ്റാബ്ലിഷ് ആൻഡ് മോണിറ്റർ ക്രിട്ടിക്കൽ ഹോസ്പിറ്റൽ പെർഫോമൻസ് മെട്രിക്സ്. എസ്റ്റാബ്ലിഷ് ആൻഡ് മോണിറ്റർ ക്രിട്ടിക്കൽ ഹോസ്പിറ്റൽ പെർഫോമൻസ് മെട്രിക്സ്. അതായത് നമ്മുടെ എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് കുറച്ച് അളവുകൾ അല്ലെങ്കിൽ കുറച്ച് മെഷർമെന്റ്സുകൾ ആവശ്യമാണ്. ഹോസ്പിറ്റൽ പെർഫോമൻസ് ക്രിട്ടിക്കൽ ഹോസ്പിറ്റൽ പെർഫോമൻസ് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇനിയും നമ്മൾ മെട്രിക്സുകൾ നോക്കുന്നുണ്ട്. അതായത് അളവുകോൽ അല്ലെങ്കിൽ സൂചകങ്ങൾ അല്ലെങ്കിൽ ഇൻഡെക്സ് നമുക്ക് പറയാം. ഓക്കെ, നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിൽ മെട്രിക്സുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? മെട്രിക്സുകൾ പഠിച്ചിട്ടില്ലേ? സൂചകങ്ങൾ, അളവുകോലുകള്.
അപ്പൊ നിർണായക ആശുപത്രി പ്രകടനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ മെട്രിക്സുകളാണ് ഉപയോഗിക്കുന്നത്? ഓക്കെ, അപ്പൊ നമ്മൾ ഇത് വിലയിരുത്താൻ കാരണം എന്താണ്? ഓരോ ഹോസ്പിറ്റൽ പെർഫോമൻസുകളും അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ മറ്റൊരു ഹോസ്പിറ്റലിൽ നിന്നും യുണിക് ആണ് അല്ലെ, അതുല്യമായിട്ടുള്ള പ്രകടനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. അപ്പൊ എത്രത്തോളം നല്ല പെർഫോമൻസ് ഇതിൽ കൊടുക്കുന്നുണ്ട് അല്ലെ, എക്യുപ്മെന്റുമായി ബേസ് എക്യുപ്മെന്റ് പ്രൊഡക്ടിവിറ്റി എത്രത്തോളം ഉണ്ട്, മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലുള്ള ഹൈലൈറ്റ് ഏരിയാസ് ആണ് അതിൽ വരേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടുത്തെ പെർഫോമൻസ് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് നോക്കുന്നത്? ഈ മെട്രിക്സ് അളവുകൾ വെച്ചിട്ട് അതിന്റെ പ്രകടനം വിലയിരുത്തുന്നു. അതായത് ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മെട്രിക്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും ഒരു 10 മെട്രിക്സിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് അളക്കുന്നത്. അതായത് ക്രിട്ടിക്കൽ KPIs. KPIs എന്ന് പറയുന്നത് എന്താണ്? KPIs. KPIs, Key Performance Indicators. Key Performance Indicators. Okay. അപ്പൊ നിങ്ങളത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. മെയിൻ റിപ്പയർ ടൈം. ഫസ്റ്റ് വൺ, മെയിൻ റിപ്പയർ ടൈം. ഇൻഡിക്കേറ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതി, മെട്രിക്സ് മാത്രം നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ളൂ. മെയിൻ റിപ്പയർ ടൈം. മെയിൻ റിപ്പയർ ടൈം എന്താണ്? ശരാശരി ഒരു മെറ്റീരിയൽ ഒരു റിപ്പയറിംഗ് ടൈം നടത്താനുള്ള കൃത്യമായിട്ടൊരു പീരീഡ് അല്ലെ, ഏകദേശം വരുന്ന ഒരു ടൈം. ദെൻ മെയിൻ ടൈം ബിറ്റ്വീൻ ഫെയിലിയേഴ്സ്. ഇനി ഒരു എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഒരു തകരാറുകൾ സംഭവിച്ച സമയത്ത് നമ്മൾ അത് എത്രത്തോളം ഒരു മെയിൻ്റെനൻസ് എടുക്കാൻ വേണ്ടി ഫെയിലിയർ ടൈം, അതായത് നമുക്ക് എന്താണ് ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു മെയിൻ്റെനൻസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃത്യമായ ടൈമിൽ നിന്ന് എക്സ്ട്രാ ടൈം നമുക്ക് കൂടുതൽ എടുക്കണം. മനസ്സിലായോ? അതായത് എവിടെ ഈ ഒരു എക്യുപ്മെന്റ്സിന് തകരാറ് സംഭവിച്ചിട്ട് എന്താണ്, നമ്മൾ ഉദ്ദേശിച്ച സമയത്തേക്കാൾ കൂടുതൽ സമയം അവിടെ പോകും അല്ലേ, പോകൂലേ? അതായത് ശരാശരി ടൈമിൽ നിന്ന് എന്താണ് നമ്മള് ഫെയിലിയർ തകരാറ് വന്നു കഴിഞ്ഞാൽ അത് പണിയാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള സമയം എടുക്കും. ഓക്കെ, അപ്പൊ അത്രയും സമയം അവിടെ പോകുകയാണ്. അപ്പൊ എത്രത്തോളം ഓരോ വർക്കിന് വേണ്ടി അവിടെ സമയം പാഴാകുന്നുണ്ട്, പ്രത്യേകിച്ച് ഫെയിലിയർ ആയിട്ടുള്ള വർക്ക് തമ്മില് എത്ര സമയം അവിടെ പോകുന്നുണ്ട്. പിന്നെന്താണ് ഓവറോൾ എക്യുപ്മെന്റ് എഫക്റ്റീവ്നെസ്, OEE. ഓവറോൾ എക്യുപ്മെന്റ് എഫക്റ്റീവ്നെസ് എന്താണ്? ഓവറോൾ എക്യുപ്മെന്റ് എഫക്റ്റീവ്നെസ് അതായത് മൊത്തത്തിൽ ഹോസ്പിറ്റലിലെ മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന മൊത്തത്തിലുള്ള ഉപകരണങ്ങളുടെ ഫലപ്രാപ്തി, അതായത് അവിടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ക്വാളിറ്റി അത് മെഷർ ചെയ്യപ്പെടും. അതും ഒരു മെട്രിക്സിൽ വരുന്നതാണ്. ഹോസ്പിറ്റലിൽ ഉപയോഗിക്കപ്പെടുന്ന ഉപകരണങ്ങളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ്, ദാറ്റ് ഈസ് OEE, ഓവറോൾ എക്യുപ്മെന്റ് എഫക്റ്റീവ്നെസ്. അത് മെട്രിക്സിൽ നമ്മൾ അളക്കുന്ന ഒന്നാണ്. ഓക്കെ, യെസ്. പ്ലാന്റ് മെയിൻ്റനൻസ് പെർസെന്റേജ്. പ്ലാന്റ് മെയിൻ്റനൻസ് പെർസെന്റേജ് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടുള്ള പെർസെന്റേജ് എത്രയാണ്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പെർസെന്റേജിൽ അനുസരിച്ചിട്ടാണോ മെയിൻ്റനൻസ് വർക്കുകൾ അവിടെ നടക്കുന്നത്? ഓക്കെ, 100% വിചാരിക്കും, അതിൽ എത്ര പെർസെന്റേജ് ആണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് കൂടി നമ്മൾ വിലയിരുത്തുന്നുണ്ട്. 100% ചെയ്യുകയാണെങ്കിൽ എന്താണ് ഹൈ പെർഫോമൻസ് ആണ് അവിടെ ചെയ്യുന്നത്, അല്ലെങ്കിൽ 100% താഴെയാണ് അവർ വർക്ക് ചെയ്യുന്നെങ്കിൽ എന്താണ് ആ പെർഫോമൻസ് അവിടെ പുവർ ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, PM completion. PM completion എന്താണ്? PM പ്രിവെന്റീവ് മെയിൻ്റനൻസ് കംപ്ലീഷൻ അല്ലെ. ഇപ്പൊ പ്രിവെന്റീവ് മെയിൻ്റനൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായ രീതിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അനലൈസ് ചെയ്യുന്നു. ഓക്കെ, PM പഠിച്ചിട്ടുള്ളതല്ലേ പ്രിവെന്റീവ് മെയിൻ്റനൻസ്? മറന്നുപോയോ? ഓക്കെ, then inventory turnover. Inventory turnover എന്താണ് ഇൻവെന്ററി ടേൺ ഓവർ എന്ന് പറയുന്നത്? ഇൻവെന്ററി ടേൺ ഓവർ അതും ഒരു മെട്രിക്സ് ആണ്, മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെട്രിക്സ് ആണ് ഇൻവെന്ററി ടേൺ ഓവർ. എന്തിനാണ് ഇൻവെന്ററി ടേൺ ഓവർ നോക്കുന്നത്? ഇൻവെന്ററീസിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്? ഇൻവെന്ററീസിൽ എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെന്ററീസ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്? ഓരോ സപ്ലൈസ് അല്ലേ, എക്യുപ്മെന്റ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ എക്യുപ്മെന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെന്ററീസ് ആണ് ഇതിൽ വരുന്നത്. അപ്പം ഏതൊക്കെ സപ്ലൈസുകൾ ഏതൊക്കെ സമയത്താണ് നമ്മൾ ടേൺ ഓവർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ എപ്പോഴാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എത്രത്തോളമാണ് അതിന്റെ സെൽസ് കൂടുതൽ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഏതൊക്കെ മെറ്റീരിയൽസ് നമ്മൾ ഇൻവെന്ററിയിൽ നിന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്, ഇൻവെന്ററി ടേൺ ഓവേഴ്സിൽ വരുന്നത് മെഷർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മളിത് വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ്? കറക്റ്റ് ഇൻവെന്ററിയിൽ കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ തന്നെയാണോ, അല്ലെങ്കിൽ അത്രത്തോളം ഉൽപ്പന്നങ്ങൾ തന്നെയാണോ മെയിൻ്റനൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത്? അല്ലാത്ത പക്ഷം എന്താണ് അവിടെ
പുവർ ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. അത് കൃത്യമായിട്ടാണ് അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ഹോസ്പിറ്റൽ പെർഫോമൻസ് അളക്കുന്ന സമയത്ത് എന്താണ് കൃത്യമായിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഓക്കെയാണ് അല്ലെ. ആ മെട്രിക്സ് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കും. പിന്നെ റിയാക്റ്റീവ് മെയിൻ്റനൻസ് വർക്ക് അവേഴ്സ്. റിയാക്റ്റീവ് മെയിൻ്റനൻസ് വർക്ക് അവേഴ്സ്. ഇവിടെ ഒരു കാര്യം പറഞ്ഞുപോയി, ഇൻവെന്ററി ടേൺ ഓവറിൽ നമ്മള് ക്യാഷ് ഫ്ലോ നോക്കും അല്ലെ. ക്യാഷ് ഫ്ലോ ഏതൊക്കെ എക്യുപ്മെന്റ്സിന് എന്തൊക്കെ കാര്യങ്ങൾ അല്ലെ എത്ര ക്യാഷ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് അതൊക്കെ എന്താണ് ക്യാഷ് ഫ്ലോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ എന്താണ് സെയിൽ പെർഫോമൻസ്. സെയിൽസ് പെർഫോമൻസ് അറിയാൻ സാധിക്കും. അതായത് ഏതൊക്കെ സാധനങ്ങൾ വിറ്റായിട്ട് പോയിട്ടുണ്ട്, ഏതൊക്കെ സാധനങ്ങൾ നമ്മൾ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നൊക്കെ ഇൻവെന്ററീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായത്? ഇൻവെന്ററി ടേൺ ഓവർ. Then reactive maintenance work hours. Reactive maintenance work hours. എന്താണ് റിയാക്റ്റീവ് മെയിൻ്റനൻസ് വർക്ക് അവേഴ്സ്? വർക്ക് ഷെഡ്യൂൾസ് ആണ് അവിടെ വരുന്നത്. മെയിൻ്റനൻസിന് വർക്കിന് നമ്മൾ എടുക്കുന്ന വർക്ക് ഷെഡ്യൂൾസിൽ എത്രത്തോളമാണ് ഓവർ ഷെഡ്യൂളുകൾ വരുന്നുണ്ടോ അല്ലെങ്കിൽ കറക്റ്റ് ഷെഡ്യൂൾസിലാണോ വർക്കിംഗ് അവേഴ്സ് അവിടെ വരുന്നത്. അതായത് നമ്മൾ കൃത്യമായിട്ട് ഏതെങ്കിലും ഉപകരണങ്ങൾക്ക് മെയിൻ്റനൻസ് വർക്ക് വരുന്ന സമയത്ത് കറക്റ്റ് ഷെഡ്യൂളിങ്ങിൽ തന്നെയാണോ അല്ലെങ്കിൽ കറക്റ്റ് അനുവദിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ ആ അവേഴ്സിനുള്ളിൽ തന്നെയാണോ അതൊക്കെ ചെയ്ത് തീർക്കുന്നത്, എക്സ്ട്രാ അവേഴ്സുകൾ കൂടുതൽ എടുക്കുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. Then unscheduled downtime. Unscheduled downtime എന്താണ്? ഷെഡ്യൂൾഡ് ചെയ്യാതെ ടൈം എടുക്കുന്നുണ്ട്. അത് അൺഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ എന്താണ് ഷെഡ്യൂൾ ചെയ്യാത്ത രീതി. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഷെഡ്യൂൾ ടൈമിൽ തന്നെയാണോ വർക്ക് കംപ്ലീറ്റ് ആക്കുന്നത്, അല്ലാതെ അൺഷെഡ്യൂൾഡ് ആയിട്ടുള്ള രീതിയിലാണ് പ്രവർത്തനരഹിതമായിട്ടാണോ കൃത്യസമയം, അതായത് നമ്മളൊരു ടൈം മാനേജ്മെന്റ് ഇല്ലാതെയാണോ അവിടെ വർക്ക് നോക്കുന്നത് അല്ലെങ്കിൽ മെയിൻ്റനൻസ് വർക്ക് പോകുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യും. സ്പെയർ പാർട്സ് ഇൻവെന്ററി മാനേജ്മെന്റ്. സ്പെയർ ആണ് കേട്ടോ. സ്പെയർ പാർട്സ് ഇൻവെന്ററി മാനേജ്മെന്റ്. സ്പെയർ പാർട്സ് ഇൻവെന്ററി എന്താണ്? ഓരോ എക്യുപ്മെന്റ്സിനും നമ്മൾ എന്തുണ്ടെന്നാണ് പഠിച്ചിരിക്കുന്നത്? ഓരോ എക്യുപ്മെന്റ്സിനും സ്പെയർ പാർട്സ് കൃത്യമായിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇൻവെന്ററീസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ എക്യുപ്മെന്റ്സിന് അതിന്റെ സ്പെയർ പാർട്സുകൾ അവൈലബിൾ ആണോ എന്ന് കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓരോ എക്യുപ്മെന്റ് സ്പേസ് അതിന്റെ സ്പെയർ പാർട്സുകൾ ഇൻവെന്ററി ചെക്ക് ചെയ്യുന്ന സമയത്ത് അതൊക്കെ അവൈലബിൾ ആണോ എന്ന് കൂടി ചെക്ക് ചെയ്യുന്നു. ലാസ്റ്റ് വൺ വർക്ക് ഓർഡർ സൈക്കിൾ ടൈം. വർക്ക് ഓർഡർ സൈക്കിൾ ടൈം എന്താണ്? വർക്ക് ഓർഡർ സൈക്കിൾ ടൈം. വർക്ക് ഓർഡർ സൈക്കിൾ ടൈം അതൊന്ന് പറയൂ എന്താണെന്ന്. വർക്ക് ഓർഡർ സൈക്കിൾ ടൈം എന്തായിരിക്കും അത്? സൈക്കിൾ ടൈം എന്താണ് ഉദ്ദേശിക്കുന്നത്? സൈക്കിൾ ടൈം ഒരു മെട്രിക്സ് ആണ്. എന്ത് അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മള് ടോട്ടൽ ടൈം അളക്കുന്നതിന് അല്ലെ. ടോട്ടൽ ആയിട്ടുള്ള സമയം, മൊത്തത്തിലുള്ള സമയം. അതായത് ഒരു വർക്ക് സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ നിന്ന് അവസാനിക്കുകയാണ് അല്ലെ. സൈക്കിൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്? സ്റ്റാർട്ടിങ് ഉണ്ടാവും, അത് എൻഡിങ് ഉണ്ടായിരിക്കും. അത് കംപ്ലീറ്റ് ആയിട്ട് അവസാനിക്കുന്ന ഒരു ഓവറോൾ ടൈം ഷെഡ്യൂൾ എങ്ങനെയാണ്? ഓക്കെ, അതായത് നമ്മൾ പ്രവർത്തിക്കാൻ എടുക്കുന്ന സമയം, റെസ്പോണ്ട് ചെയ്യാൻ എടുക്കുന്ന സമയം, അല്ലെങ്കിൽ എന്താണ് പ്രോസസ്സിങ് ചെയ്യുന്ന ടൈം, എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമുകൾ മൊത്തത്തിൽ, അതായത് ഒരു സൈക്കിൾ ടൈം ഒരു ദിവസത്തിൽ 24 hours ആണെങ്കിൽ അത്ര ദിവസം ആ ഒരു സമയത്ത് ഓവറോൾ ആയിട്ട് എത്ര ടൈം അവിടെ എടുക്കുന്നുണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് നടക്കുന്ന ഒരു ടൈം, ഓവറോൾ ടൈം ആണ് വർക്ക് ഓർഡർ സൈക്കിൾ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഓവറോൾ ടൈമിൽ എത്ര ടൈം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ മാത്രം, അതായത് പൂർണ്ണമായിട്ട് അത് ഉപയോഗിക്കുന്നെങ്കിൽ എന്താണ് നമുക്കതിനെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആയിട്ട് നോക്കാം. അല്ലാത്ത പക്ഷം പൂർണ്ണമായിട്ട് അത് ഉപയോഗിക്കുന്നില്ലെങ്കിലാണ് എന്താണ് ഈ മെട്രിക്സ് നോക്കുന്ന സമയത്ത് ആ പെർഫോമൻസ് നമുക്ക് പൂർ ആയിട്ട് രേഖപ്പെടുത്തേണ്ടി വരും. ഓക്കെ, ഈ മെട്രിക്സ് നോക്കുന്ന സമയത്ത് ഓവറോൾ പെർഫോമൻസ്, ഓവറോൾ ടൈം എടുക്കുന്ന സമയത്ത് പൂർണ്ണമായുള്ള സമയം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്താണ് ഹോസ്പിറ്റലിലെ പെർഫോമൻസ് അവിടെ പൂർ ആണെന്ന് നമുക്ക് രേഖപ്പെടുത്തേണ്ടി വരും. ഓക്കെ, യെസ്.
അതായത് ഈ ഓവറോൾ ടൈം നമുക്ക് തന്നിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? പെർഫോമൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ, എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അവിടെ പ്രൊസീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ് കൃത്യമായിട്ട് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഓർഡർ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പൂർണ്ണമായ ടൈം തന്നിരിക്കുന്നത്, ഓവറോൾ ടൈം തന്നിരിക്കുന്നത്. കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ, ദീസ് ആർ ദ മെട്രിക്സ് ഓഫ് എന്താണ് ക്രിട്ടിക്കൽ ഹോസ്പിറ്റൽ മെയിൻ്റനൻസ് പ്രോഗ്രാം. ക്രിട്ടിക്കൽ മെയിൻ്റനൻസ് പ്രോഗ്രാം അതായത് നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ പെർഫോമൻസ്, ക്രിട്ടിക്കൽ ഹോസ്പിറ്റൽ പെർഫോമൻസ് മെട്രിക്സ് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അളക്കുന്ന മെട്രിക്സുകളാണ് എന്ത്? മീൻ റിപ്പയർ ടൈം, മീൻ ടൈം ബിറ്റ്വീൻ ഫെയിലേഴ്സ്, ഓവറോൾ എക്യുപ്മെന്റ് എഫക്റ്റീവ്നെസ്. ഇതൊന്ന് പിക്ക് ചെയ്യണം കേട്ടോ, ഇതൊന്ന് പഠിക്കണം. ഓവറോൾ എക്യുപ്മെന്റ് എഫക്റ്റീവ്നെസ്, then plant maintenance percentage, PN completion, inventory turnover, and reactive maintenance work and work order cycle time. ഓക്കെ, ഇതിൽ നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഈ 10 പോയിന്റ്സിൽ മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി. മെട്രിക്സ് ഏതൊക്കെയാണെന്ന് മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ ആണോ? Okay, thank you. Have a nice day. ശരി.